ഹലോ മച്ചന്മാരെ, സുഖല്ലേ? ട്രേഡിങ് തുടങ്ങിയിട്ടുള്ളൂ, മാർക്കറ്റ് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ കേട്ടോ. ശ്രീരാമിൽ തന്നെയാണ് ഇന്നും, ശ്രീരാം തന്നെയാണ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചേക്കണേ. കഴിഞ്ഞ 2 ദിവസം മുമ്പിട്ട വീഡിയോയിലും ശ്രീരാം തന്നെയായിരുന്നു വാങ്ങിച്ചത്. അന്ന് അതിൽ ചെയ്തത് ബാക്ക് ടു ബാക്ക് ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ശ്രീരാം പോകുന്നതിൻ്റെ കൂടെ മേളിലേക്കാണെങ്കിൽ ഞാനും ബൈ അടിച്ച് പോവും, താഴേക്കാണെങ്കിൽ ഞാനും സെല്ലടിച്ച് വരും. അങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ഇന്ന് ഇതിലത് നടക്കില്ല എന്നുള്ളത് അറിയില്ല, നോക്കാം. നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നും അതിനെ അറ്റൻഡ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ 1-2 നോക്കി വെച്ചിട്ടുണ്ട്. വിപ്രോ ഉണ്ട്, റിലയൻസ് ഉണ്ട്, സൺഫാർമയുണ്ട്. സൺഫാർമ കയറാൻ ചാൻസ് ഉണ്ട്. കാരണം മറ്റേ ട്രംപിൻ്റെ ആ തീരുവയുടെ പ്രശ്നം വന്ന കാരണം മറ്റേ സൺഫാർമയൊക്കെ ആകെ അടിയിലായിരുന്നല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ഇന്നലെ ട്രംപാണ് അടുത്ത 90 ദിവസത്തേക്ക് അത് നിരോധിച്ച് വെച്ചേക്കണ കാരണം കൊണ്ട് നടത്താനിരുന്ന ആ ചുങ്കപ്പിരിവ് നിർത്തി വെച്ച കാരണം കൊണ്ട് അടുത്ത 90 ദിവസത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിവരം കൊണ്ടും സൺഫാർമ ഇതുപോലെ കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൺഫാർമയെ നോക്കി വെച്ചിരുന്നു. അതുപോലെ വിപ്രോ നോക്കിയായിരുന്നു, റിലയൻസ്, CDSL നോക്കിയായിരുന്നു. ശ്രീരാം എന്തായാലും വെയിറ്റ് ചെയ്യും. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങില്ല, ഒന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റ് മെല്ലെ കയറും. ഇതിലിപ്പോഴും റെഡ് ക്യാൻഡ് പോലും കാണിച്ചിട്ടില്ല. ഞാൻ ബൈ എടുത്തേക്കണേ, ഇവരിപ്പം റെഡ് ക്യാൻഡ് പോലും കാണിച്ചിട്ടില്ല. പിന്നെ കഴിഞ്ഞ തവണ ഞാൻ എടുത്തത് ഇത് തന്നെയായിരുന്നു, ശ്രീരാം തന്നെയായിരുന്നു എടുത്തത്. ഏകദേശം 3 ട്രേഡായിട്ട് എടുത്തു. 3ഉം ശ്രീരാമിൻ്റെ തന്നെ എടുത്തത്. ശ്രീരാം മുകളിലോട്ട് പോയപ്പോൾ ഞാനും ബൈ അടിച്ചു. ശ്രീരാം തിരിച്ച് ഫാൾ ഡൗൺ ആയപ്പോൾ ഞാനും നേരെ സെല്ലടിച്ച് താഴെ വന്നു. അതായിരുന്നു നമ്മുടെ സ്ട്രാറ്റജി ഒന്നുമില്ല. ഇതെങ്ങോട്ട് റൺ ചെയ്യണോ ആ റണ്ണിൽ നമ്മളും കൂടെ കൂടുന്നു, അത്രേ ഉള്ളൂ. അതിൻ്റെ റാലി എങ്ങോട്ടാണെന്ന് മാത്രം നോക്കും, ചിലപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കൂടും, അത്ര തന്നെ. പിന്നെ സ്റ്റാർട്ടിങ്ങിലെ ഫസ്റ്റിലേ ഉള്ള ഗ്രീൻ ക്യാൻഡിൽ കണ്ടിട്ട് അതിൻ്റെ ബാക്കിൽ ബൈ അടിച്ച് കയറാമെന്ന് പറഞ്ഞാൽ ഇത്തിരി റിസ്ക്കാണ്, അതെനിക്കറിയാം. എന്നിരുന്നാലും ഇന്നലെ കൊടുത്ത ഈ ന്യൂസിൻ്റെയൊക്കെ ഒരു ഹൈപ്പ് കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഇനി ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് കാണിച്ച് നിങ്ങളിങ്ങനെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണിക്കാം. ഓക്കെ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് അത്യാവശ്യം പ്രോഫിറ്റബിളാണ്. അതുപോലെ ഞാൻ നേരത്തെ ബൈ അടിച്ച പോലെ തന്നെ സാധനം തിരിച്ച് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അധികം പോയിൻറ്റ്സ് മുമ്പോട്ട് കയറിയിട്ടില്ല. എന്നിരുന്നാലും തെറ്റില്ല, കുഴപ്പമില്ല. കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഓഫ് ചെയ്ത് പുറത്തിറങ്ങാമെന്നുള്ള പരിപാടി നോക്കാം. സെലക്ട് ചെയ്ത് പുറത്തിറങ്ങാനുള്ള പരിപാടി നോക്കാം. ഇപ്പം എത്രയായി പ്രോഫിറ്റ് എന്നുള്ളതാണല്ലോ. മറ്റേ ഇത്ര നേരത്തെ ഇറങ്ങിയപ്പോൾ 600 എന്തുകൊണ്ട് നെഗറ്റീവായിരുന്നു. കാണിച്ചു കേട്ടോ. അത് മാത്രമല്ല, സംഭവം ഒന്ന് ഇപ്പോൾ ഇതുപോലെ എൻ്റെ ഒരു സ്ട്രാറ്റജി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ അടുത്ത ട്രേഡ് എടുക്കുകയാണെങ്കിൽ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അടുത്ത ട്രേഡ് ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്, കമൻറ്റ് ചെയ്താൽ. കഴിഞ്ഞ എൻ്റെ വീഡിയോക്ക് 300, 350 പേര്, 250 പേരൊക്കെ എപ്പോഴും ഉള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ 2-3 നേരം വെറുതെ ചീത്ത പറഞ്ഞു. അതിൻ്റെ പണി കിട്ടിയാണെന്ന് പറഞ്ഞുകൂടെ. എൻ്റെ വ്യൂസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. അത് സാറില്ല, അതിപ്പോൾ എന്തായാലും അതുകൊണ്ട് എടുത്ത് നല്ല ബുദ്ധി തോന്നുകയാണെങ്കിൽ തോന്നിക്കോട്ടെ. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് ബാഡ് കമൻറ്റ്സ് കേട്ടുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ഏതിലെടുത്ത് നന്നായിക്കോട്ടെ. വേറെ ഒന്നുമില്ല, അത് മറ്റേ ഈ ക്ലാസ് എടുക്കുന്നവരെ കുറിച്ചിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അതിന് ശേഷം എൻ്റെ വ്യൂസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇവന്മാരെന്തോ കാണിച്ചു തോന്നും. വെറും 600 ചില്ലാനും സബ്സ്ക്രൈബറുള്ള എൻ്റെ ചാനലിട്ട് കാണിക്കാൻ നിൽക്കാണ്ട് നിങ്ങളുടെ മനസ്സൊന്നുകൂടെ നിങ്ങൾക്കൊക്കെ എനിക്ക് ചോദിക്കാനില്ല. വേറെ ഒന്നും എനിക്കതിൽ ചോദിക്കാനില്ല. ഓക്കെ, എന്തായാലും നമ്മളുടെ പദ്ധതി പോലെ സംഗതി ഇതുപോലെ കുറേശ്ശെ ഇങ്ങനെ മേലോട്ട് കയറി വരുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രോഫിറ്റബിളായിട്ടുള്ളൊരു പേജ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നോക്കിയാൽ താഴെ കണ്ടോ, ഞാനത് ബൈ അടിക്കുമ്പോഴും താഴെ 54% ആൾക്കാർ അത് സെല്ല് വരും, താഴേക്ക് വരും പറഞ്ഞേക്കുന്നത്. ആ സാധനമാണ് 54% പേര് സെല്ലും, 46% പേരാണ് ബൈയുള്ളൂ. ആ സാധനമാണ് ഞാനിത് മേളിലേക്ക് വരുമ്പോൾ ബൈ ചെയ്ത് വെച്ചേക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ, നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം. അപ്പോൾ പറഞ്ഞ പോലെ ഇതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടും.
നിങ്ങളാരും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല, ലൈക്കും ചെയ്യുന്നില്ല. എൻ്റെ വ്യൂസിന് ഇത് എന്ത് പറ്റുമെന്ന് ഞാൻ ആലോചിക്കുന്നു. അയ്യോ, അവരെ വഴക്ക് പറഞ്ഞത് മോശമായി പോയോ? വേറെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. മറ്റേ ആവശ്യമില്ലാത്ത ഓൺലൈൻ ക്ലാസ്സിൽ പോയി കാശ് കളയാതെ ആ കാശ് മതി ട്രേഡിങ് പഠിക്കാമെന്നുള്ള ഞാൻ പറഞ്ഞോളൂ. അതായത് വേറൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ കുറച്ച് ചില കള്ളന്മാരുണ്ടോ, അവന്മാർ സൂക്ഷിക്കാനും പറഞ്ഞു. അതിനകത്ത് അല്ലാതെ വേറെ ഞാനൊന്നും പറഞ്ഞില്ല. അതിന് ഇരുട്ടടി പോലത്തെ ഈ അടി കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവന്മാരെ കൂടി എന്തോ കാണിച്ചു, എൻ്റെ വ്യൂസിന് എന്തോ കാണിച്ചു. അതാണ് പരിപാടി. ഇത് ഞാൻ ഫസ്റ്റ് എൻ്റെ യൂട്യൂബിൽ ഫസ്റ്റ് വീഡിയോ ഇട്ടതിന് വരെ എനിക്ക് 50-60 വ്യൂസൊക്കെ ഉണ്ട്. അവന്മാരെ പറ്റി ആ പറഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ വ്യൂസൊക്കെ കുറഞ്ഞു. പിന്നെ ഡിസ്ക്ലെയിമർ വയ്ക്കാൻ പറഞ്ഞിട്ട് യൂട്യൂബിൻ്റെ ഒരു മെയിലുണ്ട്, അത് സെറ്റാക്കി. അത് പിന്നെ അതിന് ശേഷം ഡിസ്ക്ലെയിമർ വെച്ചു. കണ്ടോ, അതിപ്പോൾ ഇതിപ്പോൾ അത്രയും ഹൈറ്റിലെത്തിയിട്ടുണ്ട്, ആ ഒരു ലെവലിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തിരി ഡൗൺ സൈഡിലാണ് ഇപ്പോഴും. ഞാനത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അത് കുറച്ചും കൂടി ഉണ്ട് കയറി ഒന്നുകൂടി ഒന്നൊരു ലെവലെത്തട്ടെ നോക്കിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഓക്കെ, എന്തായാലും അത് സെല്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കും. നിങ്ങളെ കാണിച്ചിട്ട് സെല്ലോട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ സമയമുണ്ട്. അപ്പോൾ ചിലപ്പോൾ അടുത്ത ട്രേഡ് കൂടി എടുക്കും. സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാണാൻ പറ്റും, എന്താണ് നടക്കണമെന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 52% ആൾക്കാരാണ് സെല്ലിലുള്ളൂ. 48% ആൾക്കാർ ബെയിലേക്ക് വന്നു. അമ്മമാർ വന്നോട്ടെ, കുഴപ്പമില്ല, നോ ഇഷ്യൂ. വീണ്ടും ബെയിലേക്ക് വരും, കയറി വരും. ഞാൻ സെല്ലൗട്ട് ചെയ്യാറുണ്ട്, ആവശ്യത്തിനുള്ള പ്രോഫിറ്റായി. വെറുതെ ഇനി അടുത്ത ട്രേഡ് നോക്കിയാൽ ചെയ്യാറുണ്ട് ഞാൻ. പിന്നെ അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ട്രംപ് സാറിൻ്റെ പുതിയ നയമൊക്കെ വന്ന കാരണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം അതാണല്ലോ അല്ല. അപ്പോൾ അതേ ഒന്ന് ലൈക്ക് ചെയ്ത് വിടും. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ കമൻറ്റ് ചെയ്യും. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് ചർച്ച ചെയ്യാം. കമൻറ്റ് ചെയ്ത് ഞാൻ റിപ്ലൈ ചെയ്യും. ഇനി അടുത്ത ട്രേഡ് തിങ്കളാഴ്ച ഇല്ല, തിങ്കളാഴ്ച എന്താ അവധിയാണ്. അടുത്താണ് ട്രേഡ് ചൊവ്വാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ചൊവ്വാഴ്ച ഞാൻ ആ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ട്രേഡ് ഡൗൺലോഡ് ചെയ്തെടുത്തിടാം. ഇത് ഒരുപാട് നീണ്ടു പോകുന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ കട്ട് ചെയ്യും. വീണ്ടും വീഡിയോ കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ള ഇടും. പക്ഷേ ഇതുണ്ടോ, ഞാനത് എടുത്തു, പിന്നെ അത് മേളിൽ കയറി, പിന്നെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഞാനത് സെല്ലും എടുത്തില്ല. അത് മേളിലോട്ട് കയറുമെന്നുള്ള പ്രതീക്ഷയിലൊന്നും മേളിലോട്ട് വീണ്ടും മേളിലോട്ട് കയറി. അതുകൊണ്ട് ആ ലെവൽ എത്തിക്കഴിഞ്ഞിട്ടും ഞാൻ ഒന്ന് താഴ്ത്തി അതിപ്പോൾ ഞാൻ എപ്പോഴും സെല്ല് ചെയ്തില്ല. ഒന്നുകൂടി മേളിലോട്ട് കയറും എന്നുള്ള പ്രതീക്ഷ. അത് ഇങ്ങനെയുള്ള പ്രതീക്ഷ എപ്പോഴും ശരിയാക്കുള്ളൂന്നല്ല കേട്ടോ. ഇങ്ങനെയുള്ള പ്രതീക്ഷ കാരണമാണ് ഈ എന്താണ് ഈ ട്രേഡ് ചെയ്യുന്നവരൊക്കെ നഷ്ടത്തിൽ പോകുന്നു എന്നുള്ളൊരു സംഭവം. ഇങ്ങനെ എത്രയും വെയിറ്റ് ചെയ്യുന്നുള്ളതാണ്. ആവശ്യത്തിനുള്ള പ്രോഫിറ്റ് കിട്ടിയാൽ അത് ബുക്ക് ചെയ്യാൻ ഇറങ്ങും, അത്രയേ ഉള്ളൂ. പിന്നെ അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ് കിട്ടി അപ്പോൾ ഇറങ്ങിക്കോളാം. ഒരു 5%, 4 to 5% ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇറങ്ങാവുന്നേ ഉള്ളൂ. അടുത്ത ട്രേഡ് നോക്കാവുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അല്ല 5% എന്നുള്ളതിലല്ല, ഇതിപ്പോൾ 1% ആയാലും 2% ആയാലും ലോസ് കൊടുക്കാതെ ഡെയിലി അത് ചെറുതാണെങ്കിലും ചെറിയൊരു പ്രോഫിറ്റിൽ അത് ക്ലോസ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതാണ്. അത്യാവശ്യം ഇൻകം വരും. പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ അത് മേളിലേക്കാണെങ്കിൽ ഞാനും മേളിലേക്ക് പോകും, ആ റാലി താഴേക്കാണെങ്കിൽ ഞാൻ ആ റാലിയിൽ ജോയിൻ ചെയ്യും, അത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒരു സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അത് ഇത്രയും റിസ്ക് എടുക്കേണ്ട കാര്യം ഉണ്ടായില്ല. ആ മേളിൽ ആ ഗ്രീനിൽ വന്നപ്പോൾ കട്ട് ഓഫ് ഇറങ്ങിയതായിരുന്നു. സാറിൽ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യും. ഇതുവരെ വേറെ ആ താഴേക്ക് ഇറങ്ങി ആ റെഡ് ക്യാൻഡിൽ ഇറങ്ങിയിട്ട് വീണ്ടും അടുത്ത ഗ്രീൻ ക്യാൻഡിൽ എത്തിയാൽ വീണ്ടും തിരിച്ച് മേളിലേക്ക് വന്നിട്ടുണ്ടാകും. മിക്കവാറും ഒന്നുകൂടി മേളിലേക്ക് കയറും. അപ്പോൾ അതിൻ്റെ ഒരു സമാസമം അല്ലെങ്കിൽ തൊട്ട് മേളിലോട്ട് കയറി കഴിഞ്ഞാൽ അപ്പോൾ തീർച്ചയായും സ്ക്വയർ ഓഫ് ചെയ്യാം. അതാണ് പദ്ധതി, അതാണ് പ്ലാൻ. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? സബ്സ്ക്രൈബ് ചെയ്ത് വിടല്ലേ. ഇത് എല്ലാ വീഡിയോസിലും പറയേണ്ടത് എൻ്റെ ഒരു ചുമതല, ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ പോലെ. അതൊന്ന് ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് വിടും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യും. കമൻറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നല്ല പ്രോഫിറ്റുള്ളൊക്കെയാണ് ഇടും. അല്ല അടുത്ത തിങ്കളാഴ്ച എന്തായാലും ഇല്ല, ചൊവ്വാഴ്ച ഉള്ളൂ. ഞാൻ എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇടാം. ഓക്കെ, അവിടെ നിന്നൊരു മേലോട്ട് കയറട്ടെ. ഹലോ ഗൈസ്, ഞാൻ മേലോട്ട് കയറിയിട്ട് ഇത് ഇപ്പോൾ എത്ര പ്രോഫിറ്റായി നോക്കുന്നത്? 2582 നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 600 സംതിങ്ങിൽ പോയിക്കൊണ്ടിരുന്ന ലോസിൽ പോയിക്കൊണ്ടിരുന്ന അതേ സാധനമാണ്.
ഇവനൊന്ന് മാറ്റിയിട്ട് അടുത്ത് വേറെ എന്താ എടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ഹൈറ്റിലെത്തിയപ്പോഴാണ് നിർത്തിയത്. ഇനി അതിന് മേളിൽ ചിലപ്പോൾ കയറി പോകില്ല എന്ന് തോന്നുന്നു. വേറെ ഇവൻ താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ അവനെ തന്നെ വീണ്ടും ഞാൻ സെല്ലടിക്കും കേട്ടോ. സൺഫാർമ ഇവൻ മേലോട്ട് കയറാൻ ചാൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. ഇപ്പം അതിലും 10 പോയിൻ്റ് ഒന്നും കൂടുതൽ, 10 15 പോയിൻ്റ് കൂടുതൽ കയറിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ ഇനി അതെടുക്കാൻ റിസ്ക്കാണ്. ശ്രീരാം ഇവൻ ഇനി താഴോട്ടിട്ടാണ് ഞാൻ അവനെ തന്നെ സെല്ലെടുക്കും. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ അന്ന് 18% പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോരാ കേട്ടോ. ഇതിന് തൊട്ട് മുമ്പുള്ളൊരു വീഡിയോ ആണ്, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ശ്രീരാം തന്നെയാണ് ഞാൻ എടുത്തത്. അന്ന് ശ്രീരാം ഫുള്ള് ബാക്ക് ടു ബാക്ക് ആയിരുന്നു. ഞാൻ ശ്രീരാം മേലോട്ട് പോകുമ്പോൾ ഞാനും ബൈ ചെയ്യും, ശ്രീരാം താഴേക്ക് വരുമ്പോൾ ഞാനും സെല്ല് ചെയ്യും, അങ്ങനെയായിരുന്നു. അതിനകത്ത് ആരോ ബൈ എടുത്തത് മാത്രം കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പരാതി ഉണ്ട്. അത് വീഡിയോ കട്ട് ചെയ്തപ്പോൾ ഞാൻ അത്രയും ഓർത്തില്ല. വീഡിയോ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനത് കുറച്ച് ഭാഗം കട്ട് ചെയ്തപ്പോൾ അത് ബൈ ചെയ്ത ഭാഗമൊക്കെ പോയായിരുന്നു. പക്ഷേ സെല്ല് ചെയ്യുന്നതെല്ലാം അതിനകത്തുണ്ട്. ടോട്ടൽ പ്രോഫിറ്റ് എത്ര എടുത്തു എന്നുള്ളത് അതിനകത്തുണ്ട്. ഉണ്ടോ ആ ഒരു പോയിൻ്റ് ഉണ്ടോ? അവൻ അടുത്ത പോയിൻ്റ് റെഡ് ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് സെല്ല് ചെയ്യും. കാരണം കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയും ഈ ഒരു സ്ട്രാറ്റജി തന്നെ ചെയ്ത കാരണം, വെള്ളിയാഴ്ച ഇന്നാണല്ലോ അല്ലേ, അതിന് മുമ്പത്തെ ദിവസം ബുധനാഴ്ച അത് ചെയ്ത് ഈ സെയിം സ്ട്രാറ്റജി തന്നെ ആയതുകൊണ്ട് ചിലപ്പോൾ അത് വർക്കൗട്ട് ആവുമോ ഇല്ല എന്നുള്ള അറിയില്ല. ചിലപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യും. ഞാനൊരു അലാറം വെച്ചിട്ടുണ്ട്, ട്രിഗർ ആകുമെന്ന് അലാറം സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ട്രിഗർ ആയതാണ്. 648 ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, അലേർട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അലാറം അല്ല, സോറി, അലേർട്ട്. അപ്പോൾ അത് ട്രിഗറായ സീനാണ് ഞാൻ കണ്ടത്. സെല്ല് ഓപ്ഷൻ എടുക്കാം, അതാണ് കുറച്ചുകൂടി ബെറ്റർ അല്ലേ? അതെ, $310 എടുക്കാം. 110 ഷെയർ എടുക്കുമ്പോൾ ഓക്കെ സ്റ്റോപ്പ് ലോസ് ഇരിക്കട്ടെ അല്ലേ. ഇനി വലിയ ഒരുപാട് മേലോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമാണ്. ആ 0.25 അല്ലേ, അതിരുന്നോട്ടെ, കുഴപ്പമില്ല, അതൊരു സേഫ്റ്റിയാണ്. ഇങ്ങനെയുള്ളൊരു കടും വെട്ടിൻ്റെ ഇടയിൽ വെട്ടുമ്പോൾ അതൊരു സേഫ്റ്റി തന്നെയാണ്. അതങ്ങനെ ഇരിക്കട്ടെ. സാധാരണ ഇടയ്ക്ക് ഞാൻ സ്റ്റാർട്ടിങ്ങിലുള്ള സ്റ്റോപ്പ് ലോസ് വയ്ക്കില്ല, കാരണം പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് പോകാൻ ചാൻസസ് കൂടുതലാണ്. സാറിന് എനിക്ക് എപ്പോഴും അങ്ങനെ ഉണ്ടാവാറുള്ളത്. ഇവിടെ ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതിൽ ഞാൻ ഇത്ര ഹൈറ്റിൽ തന്നെയാണ് ഞാനത് വിഡ്രോ ചെയ്തത്. അപ്പോൾ അവനെ തിരിച്ച് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ പിന്നെ അതിന് ലോസ് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് ഓർത്തിട്ടാണ് 0.25 ഞാനതിൽ പെർസെൻറ്റേജ് ഇത് വെച്ച് സ്റ്റോപ്പ് ലോസ് വെച്ച്. അപ്പോൾ അത് സെല്ല് തന്നെ എടുക്കാം എന്നുള്ളവരാണ് നമ്മുടെ ഒരു തീരുമാനം. അടുത്ത 1 മിനിറ്റിനകത്ത് റെഡ് ക്യാൻഡിലായിരിക്കും കാണാൻ ചാൻസ് കൂടുതൽ. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ നോക്കാം. 310 യെസ് എടുത്തിട്ടുണ്ട്. സെല്ലാണ് എടുത്തത്. എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം. അടുത്ത റെഡ് ക്യാൻഡിൽ കത്തി ഇപ്പോൾ വരണം. കത്തി അത് ഇതുപോലെ താഴേക്ക് മറ്റേ നേരത്തെ ഒരു റെഡ് ലൈനിൻ്റെ തൊട്ട് താഴെ കണ്ടോ, ഇങ്ങനെ പാരലായിട്ട് വരച്ചതിനുണ്ടോ, ആ റെഡ് ലൈൻ വരെ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരെ നമ്മൾ സെല്ലെടുക്കും. ഈ റാലിയുടെ ഒപ്പം തന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങി വരും. അതല്ല ഈ റാലി ഇടയ്ക്ക് എവിടെയെങ്കിലും കട്ട് ചെയ്ത് മേളിലേക്ക് നമ്മളെ ഉദ്ദേശമുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ചിറങ്ങും. തൽക്കാലം ഈ റാലി എങ്ങനെയാണെന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കും. ഏതായാലും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടല്ലോ, അതാരും വലിയ റിസ്ക്കില്ല. താഴേക്ക് പോരാന്ന് പറയാൻ വേറെ കാരണമുണ്ട്. ഈ ഇപ്പോൾ നിൽക്കുന്ന ഏറ്റവും ടോപ്പിലുള്ള ഗ്രീൻ ക്യാൻഡലിൻ്റെ മേളിൽ സെയിം ലെവലിൽ ഇതിന് മുമ്പും ഒരു റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് റെഡ് ക്യാൻഡിൽ തന്നെ വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. അപ്പോൾ റെഡ് ക്യാൻഡിൽ വന്നിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നേരത്തെ അവിടെ വേറെ മാർക്കുണ്ട്. നമ്മുടെ PVT സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തതിൽ അവിടെ നേരത്തെ ഒരു മാർക്ക് ഉണ്ടായിരുന്നു. റെഡ് ക്യാൻഡിൽ തന്നെയാണ് വന്നേക്കണേ. അപ്പോൾ അത് പ്രോഫിറ്റിലേക്ക് തന്നെയാണ്. അപ്പോൾ താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ പ്രോഫിറ്റാണ്. അപ്പോൾ താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഏകദേശം നേരത്തെ അതിൻ്റെ തൊട്ട് താഴെ ഒരു റെഡ് ലൈൻ പാരലായിട്ട് കണ്ടോ, ഏകദേശം അവിടം വരെ ഉണ്ടാവും.
നോക്കാം. അവിടം വരെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് അവിടെ എത്തുമ്പോൾ സ്ക്വയർ ഓഫ് ചെയ്ത് ഇറങ്ങാം. വെറുതെ റിസ്ക് എടുക്കണ്ട. അപ്പോൾ പെട്ടെന്ന് അതിനുള്ള സമയം കിട്ടുകയാണ്, പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത ട്രേഡ് വേറെ എടുക്കാനുള്ള സമയം കിട്ടും. ഓക്കെ, അത് പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്ന് ഇറങ്ങാനുള്ള പരിപാടി നോക്കാം. അടുത്തൊരു ട്രേഡ് എന്ന് പറഞ്ഞാൽ നിർബന്ധമൊന്നുമില്ല. അടുത്തൊരു ട്രേഡ് സമയം ഉണ്ടെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ അതിനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ എടുക്കും. റിലയൻസ് ഞാൻ പറഞ്ഞില്ല, രാവിലെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് റിലയൻസ് ഒന്ന് ബൈ ആയിരുന്നു. ഇന്നും ബൈ എടുത്തിരുന്നെങ്കിൽ റിലയൻസിൽ നഷ്ടമൊന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞ സൺഫാർമയാണ്. നോക്ക്, സൺഫാർമ നല്ലതായിട്ട് കയറിയിട്ടുണ്ട്. സൺഫാർമ ഇന്ന് രാവിലെ കയറിയപ്പോൾ ബൈ എടുക്കാൻ തന്നെയായിരുന്നു പ്ലാൻ. സൺഫാർമയും കയറിയിട്ടുണ്ട്. സൺഫാർമ എടുത്തായിരുന്നെങ്കിലും ലോസ് ആവില്ലായിരുന്നു. ഇപ്പോൾ 3000 സംതിങ് ആയി. കാരണം സെല്ലെടുത്തപ്പോൾ സെയിം പോർട്ട്ഫോളിയോയിൽ സെയിം സാധനത്തിൽ തന്നെയാണല്ലോ മറ്റേ പ്രോഫിറ്റും കാണിക്കുക. നേരത്തെ എടുത്ത ഏതാണോ ആ സാധനം തന്നെയാണ് വീണ്ടും പ്രോഫിറ്റായാലും ലോസായാലും കാണിക്കുക. ഇതൊക്കെ ബിഗിനേഴ്സിനോട് പറയണം കേട്ടോ. ഇതിനകത്തിന് വലിയ തലക്കല്ലന്മാരൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ വില ഇനി കിടന്നിട്ട് വർത്താനം ഉണ്ടാക്കരുത്, പ്രത്യേകിച്ച് കമൻറ്റ് ബോക്സിൽ. ഇത് ചെറിയ ബിഗിനേഴ്സ് എന്തെങ്കിലും റെഫറൻസിന് നോക്കാനായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോട്ടെ. നമ്മളാരെയും ട്രേഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ല. ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കുന്നത് വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതിനാണ് ഈ പണി കിട്ടിയത് എനിക്ക് തോന്നുന്നു. അതിന് മാത്രമല്ല മറ്റവന്മാർ ചീത്ത പറഞ്ഞതിന്. അല്ല, ചീത്തയായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. ഈ കാശ് കൊടുത്ത് ഓരോ ഓൺലൈനിലുള്ള ക്ലാസ്സിലൊന്നും പോയി അറ്റൻഡ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു. അങ്ങനെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അവസാനം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പോൾ അത് അധികം അങ്ങോട്ട് പുറത്തോട്ട് വന്നിട്ടില്ല, എന്നാലും പല വേറെ ചാനലുകളൊക്കെ പറയുമ്പോൾ അവർ പറയുന്ന സംസാരത്തിൽ മനസ്സിലായതാണ്. പലരും ട്രേഡ് ചെയ്യാൻ മടിയായതുകൊണ്ട്, അതായത് ഇതെല്ലാം പഠിച്ചിറങ്ങിയിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ മടിയായതുകൊണ്ട് പഠിപ്പിച്ച ആ ഇൻസ്റ്റിറ്റ്യൂഷനെയോ അല്ലെങ്കിൽ ആ പ്രൈവറ്റായിട്ട് ഫ്രീലാൻസായിട്ട് ചെയ്യുന്ന അവരെയോ ഇത് അവരെ ഡിമാറ്റ് അക്കൗണ്ട് പാസ്വേഡ് കൊടുത്തിട്ട് അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇത്രയും അതിലും ഭേദം ഞാൻ തന്നെ മറുപടി പറയാം. ചിലപ്പോൾ ഇതിൽ മര്യാദക്കായിട്ട് നന്നായിട്ട് ചെയ്യണവരുണ്ടാവും. പക്ഷെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ നിന്ന് മാത്രമായിരിക്കില്ല, ഒരുപാട് പേര് ഇന്ന് കാശൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞതിന് 10 മാസം തൃശ്ശൂരൊരു 100 കോടി തട്ടിച്ചെന്നാൽ കേട്ടില്ലേ. എന്ന് പറഞ്ഞ പോലെ തട്ടിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട്. റെഡ് ക്യാൻഡിൽ തന്നെയാണല്ലേ. ഫ്രൈഡേ 11 ഏപ്രിൽ 10:43. സുരേഷ് ഗോപിക്കുള്ള ട്രോളുള്ളത് അത് നടക്കട്ടെ. ആ ട്രോളും ഞാനുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇതും ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്. ഈ വീഡിയോ ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് കാണിക്കാം. 3000 എത്തിയപ്പോൾ ഇറങ്ങിയ ചെയ്യാറും തോന്നുന്നുണ്ടല്ലോ അവല്ലേ. ഇല്ല, അത് കുറച്ചുകൂടി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നേരത്തെ അത് എവിടുന്ന് ബൈ അടിച്ചപ്പോൾ എവിടുന്ന് കയറി അവിടം വരെ ഇത് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അവിടെ ഇനി ഒരു റെസ്പോൺസ് ഉള്ളൂ, വേറെ എവിടെയും ഒരു സപ്പോർട്ട് ലെവലിൽ ഇല്ല. അപ്പം ഇനി താഴെ വന്നിട്ട് ആ റെഡ് ലൈനിലൊരു സപ്പോർട്ട്, ഇനി അവിടെ വന്ന് ടച്ച് ചെയ്യാതെ വേറെ വഴിയില്ലാന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും എവിടം വരും അവിടം വരെ നമ്മളും വരും. റെഡ് ലൈൻ വരെ എത്തിയത് സ്ക്വയർ ഓഫ് ചെയ്യും. അതിന് മുമ്പ് എവിടെയെങ്കിലും തിരിച്ച് കയറുന്നു പുള്ളിക്കൊരു സിഗ്നൽ കാണിച്ചാൽ അവിടെ നമ്മൾ കട്ട് ചെയ്യും. ആ ഒരു പ്രോഫിറ്റ് മതി. സമയം ഉണ്ടെങ്കിൽ വേറെ ചാൻസ് ഉണ്ടെങ്കിൽ വേറെ ട്രേഡ് എടുക്കാം. അതാണ് പ്ലാൻ. ഇത് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടിട്ടോ എല്ലാവരും. കാണുന്നവർ ഇത് കണ്ടിട്ട് താല്പര്യം വരുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വിടും. എത്ര പ്രോഫിറ്റായെന്ന് നിങ്ങളാരും കണ്ടില്ലല്ലോ അല്ലേ ഇതുവരെ. ഈ ചെറിയൊരു പോയിന്റ് ഇത്ര ഇറങ്ങിയതിന് നേരത്തെ കാണിച്ചോളല്ലോ 3000 സംതിങ് ആയത്. അത് അതിൻ്റെ ഇടയിൽ 2900 വന്നായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ഇപ്പോഴും താഴെയിട്ട് റെഡ് ക്യാൻഡിൽ തന്നെ പോകാനുള്ള ചാൻസസ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. പ്രോഫിറ്റ് ഒന്ന് കാണിച്ചു തരാം. പോർട്ട്ഫോളിയോയിൽ നോക്കിക്കോ, ഇപ്പോൾ 3000 സംതിങ് ആയിട്ടുണ്ട്. ഒരു 3500 ആവട്ടെ അല്ലേ. 3500 ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. ഒരു 3200 3300 ആകുമ്പോൾ കട്ട് ചെയ്യാം. CDSL ഞാൻ നോക്കിയിരുന്നതാണ്, പക്ഷേ ഇന്നത്തെ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ എപ്പോഴും പ്ലാൻ ചെയ്തിരുന്നെങ്കിലും വിപ്രോ ഓക്കെ തൊടാഞ്ഞ നന്നായി, ഇത് തന്നെ നിന്ന് നന്നായി. വിപ്രോയിലാണ് വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല. CDSL അതെ താഴേന്ന് മേളിലേക്ക് ബൈ അടിച്ച് കയറിയിട്ട് പിന്നെ ഒന്നും അനങ്ങിയിട്ടില്ല.
ശ്രീരാം മാത്രമാണ് കയറി ഇറങ്ങി തടുത്തൊരു താഴേക്കൊരു ഡൗൺ ട്രെൻഡായിട്ട് നിൽക്കണുള്ളൂ. ബാക്കിയെല്ലാം ഇറങ്ങുന്നുണ്ട്. കൊള്ളാം, ഇറങ്ങി വരട്ടെ. ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമുക്കത് സെല്ലടിച്ച് മാറ്റാം. വീട് ലെങ്ത് ആകുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് കുറച്ച് കട്ട് ചെയ്തിട്ടായിട്ട് കാണിക്കുമോ. 3300 സംതിങ് ഒന്ന് ആ റെഡ് ലൈനിൽ നിന്ന് ടച്ച് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ്. താഴേട്ടേക്ക് എന്തായാലും വരുമല്ലോ. അപ്പോൾ റെഡ് ലൈൻ ടച്ച് ആവണം. യെസ്, ഒന്ന് ടച്ച് ആവുകയാണെങ്കിൽ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. അതല്ലേ നല്ലത്. സ്ക്വയർ ഓഫ് ടച്ച് ആയിട്ടില്ല, ടച്ച് ആവട്ടെ. ടച്ച് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് സ്ക്വയർ ഓഫ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഇൻട്രാഡേ സ്ട്രാറ്റജി? ഇത് കണ്ടിരിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. 3500 പോയിട്ട് 4000 ടച്ച് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ 4000 ടച്ച് ആവുന്നുണ്ടെങ്കിൽ 4000 വെച്ചിട്ട് എക്സിറ്റ് അടിക്കാം. അതാണ് നല്ലത്. ഇനി അധികം വച്ചുകൊണ്ടിരിക്കണ്ട. ഇനി വേറെ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. ട്രേഡ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ചാൻസ് ഉണ്ടെങ്കിൽ, വേറെ ചാൻസ് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കും. ചാൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനി വേറെ എടുക്കില്ല. ഏകദേശം 4000 എന്ന് പറയുമ്പോൾ 10% പ്രോഫിറ്റായി മതി. അത് തന്നെ ധാരാളമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കും. 4000 ആയിട്ട് അങ്ങോട്ട് കയറി എടുക്കായിരുന്നു. 4000 അങ്ങോട്ട് ആവുന്നുമില്ല. ആയില്ല എന്ന് പറഞ്ഞിങ്ങനെ മുട്ടി നിൽക്കുക. പക്ഷേ ഇങ്ങനെയുള്ള സെറ്റപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികം കയറി ആക്രാന്തം കാണിക്കാതെ ചുമ്മാ സ്ക്വയർ ഓഫ് ചെയ്ത് ഇറങ്ങിക്കോണം കേട്ടോ. ഇതിനകത്ത് എപ്പോഴാണ് ഇതിനകത്തൊരു ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം മാറി എപ്പോഴാണ് തിരിച്ചൊരു എതിർദിശയിൽ ചന്തിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. അത് നമുക്ക് തരുന്ന ഒരു സമയം അതുകൊണ്ട് മുതലാക്കാം. അപ്പോൾ ഇറങ്ങിക്കോ. അതേ 4000 വേണമെന്ന് പറഞ്ഞ് 4000 തന്നു. അപ്പോൾ പിന്നെ ഇറങ്ങാം. അതല്ലേ കുറച്ചുകൂടി നല്ലത്. ടച്ചായാ റെഡ് ലൈൻ ടച്ചായി. ഞാൻ തന്നെ റെഡ് ലൈൻ ടച്ചായോ നോക്കണ്ട. 4000 ഇറങ്ങിയാൽ പോരെ അല്ലേ. ഈ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യുക. അതാണ് ഈ ലോസൊന്നും വാങ്ങിച്ചു കൂട്ടണം. എടുക്കെടുക്ക് മതി. വേണോ വേണ്ടേ? ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, എന്നതൊരു 4000 ആയിരിക്കുന്നവർ 4500 ആവുകയാണെങ്കിലോ. വേണ്ട അല്ലേ, അത് വേണ്ട. അത് ഇച്ചിരി അതിമോഹമായിപ്പോവും. ഓക്കെ ഗൈസ്, ഞാൻ സ്ക്വയർ ഓഫ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ. താങ്ക്സ് ടു ഓൾ. ബൈ.